നിങ്ങളെ ഞെട്ടിക്കും ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ. ഞാൻ കീറൂസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫേസ്ബുക്ക് സെർച്ച് ബാർ കീറൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാം. ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ്. യൂട്യൂബ് സെർച്ച് ബാറിൽ കിറൂസ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിയും. ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ആദ്യമേ പറയട്ടെ, ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ റിലീസ്ഡ് അല്ല, ഒരു ടെസ്റ്റ് പർപ്പസിന് തന്നിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർ റിലീസ് ചെയ്യുന്ന സമയം മുതൽ ഈ ആപ്ലിക്കേഷൻ പെയ്ഡ് ആണ്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് വീഡിയോൻ്റെ താഴെ വച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്താണ് ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എന്നല്ലേ? നമ്മളുടെ ശബ്ദത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അതിനെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ശബ്ദത്തിന് മറ്റു പല എഫക്റ്റുകളും കൊടുത്ത് നിങ്ങളുടെ കൂട്ടുകാരെ ഞെട്ടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ കരോക്കെ മാത്രം എടുക്കാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ ഗാനമേളക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഡ്രംസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ, അതിൻ്റെ എല്ലാം എഫക്റ്റ് നമ്മൾ പാടിയ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസിന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളുണ്ട് ഇന്നത്തെ ഈ ആപ്ലിക്കേഷന്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ അന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ക്യാഷ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോന് താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടണിൽ നിങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ആപ്ലിക്കേഷനെ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി ഓപ്ഷൻസുകൾ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളുടെ ശബ്ദത്തിന് അതിൻ്റെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന ഒത്തിരി ഓപ്ഷൻസുകൾ. പക്ഷേ ഇതിലെ ചില ഓപ്ഷൻസുകൾ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഉദാഹരണത്തിന് ഞാനിവിടെ മ്യൂസിക് പാഡ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. താഴെ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. കാരണം ഈ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു പ്ലേ സ്റ്റോറിൽ റിലീസ്ഡ് അല്ല. ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് മോഡിനാണ് തന്നിട്ടുള്ളത്. ടെസ്റ്റ് മോഡിന് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന് ചാർജബിൾ ആവും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഒഫീഷ്യൽ റിലീസ് വരുന്ന സമയത്ത് ഈ ഓപ്ഷൻസുകളെല്ലാം നമുക്ക് വർക്കിംഗ് ആവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ വോയിസ് ഒന്ന് ഈ ആപ്ലിക്കേഷനിൽ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി റെക്കോർഡ് വോയിസ് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസുകൾ കാണാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് ഇതിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താം. എന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടൊരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യാണ്. അതിനുശേഷം ആ വോയിസിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്താൻ കഴിയുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്ന ഈ ടാബിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കേണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു, അപ്പൻ തന്നല്ലേ പറയാറുള്ളു. ശേഷം നമുക്കിതൊന്ന് അവിടെ പ്ലേ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത വോയിസൊക്കെ നിങ്ങൾക്ക്
ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ ടിക്ക് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ റെക്കോർഡിങ് സേവ് ആയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിൽ ഒത്തിരി എഡിറ്റിംഗ് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൺവേർട്ട് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ MP3 വേവ് മറ്റു പല ഫോർമാറ്റിലോട്ട് മാറ്റാൻ കഴിയും. അതുപോലെ വേണ്ട വിധത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒത്തിരി ഓപ്ഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ വോയിസ് ചേഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ മൊബൈൽ ഫോണിൽ MP3 പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഓപ്ഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വോയിസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. വോയിസ് അത് തന്നെയാണ്. താഴെയായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ എക്കോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സറൗണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോണിൽ ഇപ്പോൾ നമ്മുടെ വോയിസ് ഹെഡ്ഫോണിൽ കേൾക്കുമ്പോൾ നല്ല സറൗണ്ടിങ് രീതിയിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവസാനമായിട്ട് കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് മാനുവലായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വോയിസിനെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ കഴിയും. ഇനി സേവ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ തൽക്കാലം എക്കോയിലിട്ടിട്ട് സേവ് ചെയ്യാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ എഡിറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിംഗ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും ഔട്ട്പുട്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 1-2 മിനിറ്റൊക്കെ നമ്മളുടെ വോയിസിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഒരു ടൈം എടുക്കുന്നതാണ്. ശേഷം നമുക്കത് ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നോട്ടിഫിക്കേഷൻ കാണിച്ചു തരും. താഴെ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ആ ഫയൽ കാണാൻ കഴിയും. ആദ്യത്തെ ഫയൽ നമ്മൾ നോർമൽ വോയിസ് റെക്കോർഡ് ചെയ്തതാണ്. അതൊന്ന് ആദ്യം പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നോർമലായിട്ട് റെക്കോർഡ് ചെയ്ത വോയിസ് ആയിരുന്നു. ഇനി നമ്മൾ എക്കോ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത വോയിസ് ആണ് അടുത്തത് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് അത് സേവ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഫൺ റെക്കോർഡിംഗ്, സ്പീഡ് ചേഞ്ചർ, കരോക്കെ ഓഫ്ലൈൻ, കരോക്കെ എഫക്റ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കരോക്കെ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് അതിൻ്റെ കരോക്കെ രൂപത്തിൽ നമുക്ക് ഇവിടെ നിന്നും അത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും വർക്കിംഗ് ആയി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും OSന് ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ റിലീസ് ആവുന്ന സമയത്ത് നമുക്കതെല്ലാം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അത് പറഞ്ഞു തരും. Hi Kiris. Hi Kiris, how are you? അപ്പോൾ അത്തരത്തിൽ പിന്നെ വേണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാനും കഴിയും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ കാണാൻ കഴിയും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ പരീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്കൂടെ സൈനിങ് ഔട്ട്, കിരൂസ്.